ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാവയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികമാരും ഇഷ്ടപ്പെടാത്ത ഈ പാവയ്ക്ക കൊണ്ട് നമ്മൾ ഫ്രൈ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മളെ കയ്യിൽ ആദ്യമായിട്ട് കയ്പ കിട്ടുന്ന സമയത്ത് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. അതിനുശേഷം കഴുകാൻ ആവശ്യമായ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് വെക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ പൈപ്പ് തുറന്ന് ആ ഒഴുകുന്ന വെള്ളത്തിൽ കാണിച്ച് നമുക്ക് ഈ കയ്പ കഴുകിയെടുക്കാം. എന്നിട്ടാണ് ഇതിപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. മൂന്ന് മീഡിയം സൈസിലുള്ള കയ്പയാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറിയ കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഈ കയ്പയിൽ മസാല പുരട്ടി വെക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാല കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർത്ത് ഈ മസാല മിക്സാക്കി എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചായിട്ട് വേണം ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കയ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് തന്നെ മസാല ഇതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തു. ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മസാല പുരട്ടിയ കയ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്രൈ ആവുന്നത് വരെ നമുക്കിത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലാണിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അധികമുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ വറുത്തെടുത്ത ബാക്കിയുള്ള എണ്ണയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കയ്പ അഥവാ പാവയ്ക്ക ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കയ്പ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും. അത്ര ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.